നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. ഈ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടി കേരള ഹൈക്കോടതി. സംഭവത്തിൽ സ്വമേധയാ ഫയൽ ചെയ്ത പൊതു താൽപര്യ ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് ശ്യാംകുമാർ VM എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് സർക്കാരിന് കർശന നിർദ്ദേശം നൽകിയത്. കേസിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാർ അഭിഭാഷകനോട് കോടതിയുടെ നിർദ്ദേശം. അന്വേഷണ പുരോഗതി വ്യക്തമാക്കുന്ന റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ ഹാജരാക്കാനും കോടതി ആവശ്യപ്പെട്ടു. കുഞ്ഞിന്റെ മരണത്തിന് മുൻപ് തന്നെ പീഡന വിവരം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുത്തില്ല എന്ന പരാതി ഈ കുട്ടിയുടെ മുത്തശ്ശിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആ പരാതിയെ കോടതി ഗൗരവമായി തന്നെ എടുക്കുന്നു. കുഞ്ഞിനെ അമ്മയുടെ പങ്കാളിയായ അഷ്കർ ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന് കുഞ്ഞിന്റെ മുത്തശ്ശി ജില്ലാ ശിശുക്ഷേമ ഓഫീസർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, വിളിച്ച് പരാതി പറഞ്ഞിരുന്നു. പക്ഷേ ഓഫീസറുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ ഗൗരവകരമായിട്ടുള്ള ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് ആ കുട്ടി മരിക്കില്ലായിരുന്നു എന്നത് പച്ച യാഥാർത്ഥ്യമാണ്. എന്തായാലും ഈ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല. മുത്തശ്ശിയാണ് പരാതി നൽകിയത്, പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല. ആ ആരോപണം കോടതി വാക്കാൽ പരാമർശിച്ചിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവി, വനിതാ ശിശു വികസന വകുപ്പ് എന്നിവരെ പ്രതി ചേർത്തുകൊണ്ടുള്ള ഹർജിയിൽ സാമൂഹിക നീതി വകുപ്പ് സെക്രട്ടറിയെയും കോടതി അധികമായി ഉൾപ്പെടുത്തി. വനിതാ ശിശു വികസന വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത് സാമൂഹിക നീതി വകുപ്പായതിനാൽ അവർ കേസിൽ പ്രധാന കക്ഷിയാണെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. മാത്രമല്ല, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് കോടതി നോട്ടീസ് അയച്ചു. ഈ പരാതി ഉയർന്നതിന് പിന്നാലെ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസ് ഹെൽപ്പ് ലൈനിലെ ടെലിഫോൺ ഓപ്പറേറ്ററെ പുറത്താക്കാനുള്ള നിർദ്ദേശം മന്ത്രി നൽകിയിരുന്നു. കർശന നടപടിയാണ് മന്ത്രി ബിന്ദു കൃഷ്ണ ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി അന്ന് ആ ഫോൺ അറ്റൻഡ് ചെയ്ത ഉദ്യോഗസ്ഥനെ പുറത്താക്കാൻ. ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ താൽക്കാലിക ജീവനക്കാരനെതിരെയായിരുന്നു നടപടി. കുഞ്ഞു ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് മരണപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ കുട്ടിയുടെ ജീവൻ അപകടത്തിലാണെന്ന് കാണിച്ച് മുത്തശ്ശി ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിലേക്ക് വിളിച്ച് സഹായം തേടിയതാണ്. ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് സംഭവിച്ച ഗുരുതരമായ വീഴ്ചയ്ക്ക് പിന്നാലെയാണ് അർഷിദ് കൊല്ലപ്പെട്ടത്. മെയ് 3-നായിരുന്നു റീന ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുന്നത്. ഈ വിവരമെല്ലാം ഹെൽപ്പ് ലൈനിൽ പറയുന്നു. അഖിലയുടെ അമ്മ റീനയാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനെ സമീപിച്ചത്. കുഞ്ഞിൻ്റെ 2 കൈയും ഒടിഞ്ഞതിന് പിന്നാലെയാണ് റീന ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുന്നത്. കുഞ്ഞിൻ്റെ നിസ്സഹായ അവസ്ഥ റീന ഹെൽപ്പ് ലൈനിൽ അറിയിക്കുകയും ചെയ്തു. പക്ഷേ കൃത്യമായ നടപടിയെടുക്കാൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് തയ്യാറായില്ല. മറ്റെന്തോ പ്രശ്നങ്ങളാണെന്നായിരുന്നു ഹെൽപ്പ് ലൈനിൽ നിന്നുള്ള മറുപടി. പരാതിയിൽ ഒരു തുടർ നടപടിയും സ്വീകരിക്കാതെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് സ്വീകരിച്ചിരുന്നില്ല. കുട്ടിയുടെ അമ്മയുടെ ലിവിൻ പങ്കാളിയായ അഷ്കർ എന്നയാൾ കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിക്കുന്നതായും ഈ വേഗം തന്നെ ഇടപെട്ടില്ലെങ്കിൽ കുഞ്ഞു കൊല്ലപ്പെടുമെന്ന് മുത്തശ്ശി ഫോൺ കോളിലൂടെ അധികൃതർക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയതാണ്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ കനത്ത പരിക്കുകളുണ്ട്, 2 കൈകൾക്ക് ഒടിവുകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഓഡിയോയിൽ വ്യക്തമാണ്. പക്ഷേ ഈ ഭയാനകമായ മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യസമയത്ത് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. പരാതി അറിയിച്ച് 26-ാം ദിവസം കുഞ്ഞ് കൊല്ലപ്പെടുകയും ചെയ്തു. എന്തായാലും കോടതി നിർണായകമായൊരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. അന്ന് ആ ഒരു ശബ്ദ സന്ദേശം റീന, അതായത് കുട്ടിയുടെ മുത്തശ്ശി റീന ഈ ഒരു അധികൃതരെ വിളിച്ച് പറഞ്ഞ കാര്യം എന്താണ്? അവരുടെ സംഭാഷണം ഇപ്രകാരമായിരുന്നു: വിവാഹാലോചനയുമായി വന്നപ്പോൾ കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ മകളെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ കുഞ്ഞിനെ നോക്കിക്കോളാം, കുഞ്ഞിനെ കൂടിയാണ് അവളെ സ്നേഹിച്ചതും എന്നായിരുന്നു അർഷദ് പറഞ്ഞത്. പിന്നീട് അവൾ ഇറങ്ങിപ്പോയി വിവാഹം കഴിച്ചു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അവൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. കുഞ്ഞ് 1 മാസത്തോളം ഞങ്ങളുടെ വീട്ടിലായിരുന്നു. 1.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഭർത്താവ് അവളെ മാനസികമായി പീഡിപ്പിക്കുകയാണ്. കുറച്ചു കാലം കുഞ്ഞിനെ വീട്ടിൽ നിർത്തിയിരുന്നു. പിന്നീട് പോലീസിൻ്റെ ഇടപെടലിൽ കുട്ടിയെ അവർ തിരികെ കൊണ്ടുപോയി. കുഞ്ഞിനെ കൊണ്ടുപോയതിന് 1 മാസത്തിന് ശേഷം വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കാണുന്നത് കുട്ടിയുടെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ട നിലയിലുള്ള ഫോട്ടോയാണ്. കുഞ്ഞു വീണു എന്ന് പറഞ്ഞാണ് മകൾ വോയിസ് അയച്ചത്. ഫോണിൽ സ്റ്റാറ്റസും ഇട്ടിട്ടുണ്ടായിരുന്നു. വീണത് വ്യക്തമാക്കുന്ന ദേഹത്ത് മുറിവോ മറ്റോ ഉണ്ടായിരുന്നില്ല. അവളുടെ സാധനങ്ങളും കുട്ടിയുടെ സാധനങ്ങളും ഒക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടൊരു ദിവസം പോയി. അന്ന് വീടിന് തൊട്ട് മുകളിൽ വെച്ച് അവൻ പറഞ്ഞത് 5-6 ദിവസം കുട്ടിയെ നോക്കും, പിന്നീട് പുഴുത്ത പട്ടിയെ നോക്കുന്നത് പോലെ നോക്കത്തുള്ളൂ എന്നവൻ റോഡിന് തൊട്ട് മുമ്പിൽ നിന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ എനിക്ക് ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ സഹിക്കൂല സാറേ. അതിൻ്റെ ദയനീയ അവസ്ഥ. അവൾ എങ്ങനെയാണ് ഈ കുട്ടിയോട് വണ്ടിയോടെ കുട്ടി എടുത്തെറിഞ്ഞതാണോ അതോ എന്നതടക്കമുള്ള ഒരു സംശയം ഈ കുട്ടിയുടെ മുത്തശ്ശി ഉദ്യോഗസ്ഥന് മുന്നിൽ നിരത്തുന്നുണ്ട്.
ഇത്തരത്തിൽ ഒരു അവസ്ഥ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ്റെ മറുപടി വണ്ടിയിൽ നിന്നൊക്കെ വീണതാകും, മകളെ വിളിച്ച് ചോദിക്കാമായിരുന്നില്ലേ എന്നായിരുന്നു DCPU ജീവനക്കാരൻ്റെ തിരികെയുള്ള ചോദ്യം. ഇതിനിടെ തൻ്റെ ജോലിയും നിസ്സഹായാവസ്ഥയും റീന വിശദീകരിക്കുന്നതും ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ്. റീന പരാതി പറയുമ്പോൾ അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് പകരം റീന കുട്ടിയെ തിരികെ കൊടുത്തതിനെ പഴിക്കുകയാണ് DCPU ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എല്ലാം നിങ്ങൾ ചിന്തിച്ചെടുക്കുന്നതാണെന്ന ന്യായീകരണവും അദ്ദേഹം റീനയോട് പറയുന്നുണ്ട്. ഇതിനിടെ സാർ ഒരു കാര്യം ചെയ്യണം, ആ കുട്ടി ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ നോക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനുള്ള ഓപ്ഷൻ ഇല്ലെന്നും അത് കോടതിയാണെന്ന് തീരുമാനിക്കുന്നതെന്നും പറഞ്ഞ് സാധാരണ എന്നോണം കൈയൊഴിയുന്നതും ശബ്ദ സന്ദേശത്തിൽ കേൾക്കാം. വളരെ സാധാരണ മട്ടിലാണ് റീന പരാതി ഉന്നയിക്കുമ്പോൾ ജീവനക്കാരൻ നൽകുന്ന മറുപടി. ഇതിൽ എനിക്ക് തോന്നുന്നത് വേറെന്തൊക്കെയോ വിഷയങ്ങളുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, പലതും മറയ്ക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പരാതി പറയുന്നത് ആരാണോ അവരെ കുറ്റക്കാരാക്കുന്ന രീതിയിലായിരുന്നു ഈ ജീവനക്കാരൻ സംസാരിച്ചത്. എന്തായാലും അന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ഗൗരവത്തോടെ എടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. 91 മുറിവുകളാണ് ആ കുഞ്ഞു ശരീരത്തിൽ ഉണ്ടായിരുന്നത്. 7 വാരിയെല്ലുകൾ തകർന്ന നിലയിലായിരുന്നു. സ്ഥിരമായി ഈ രണ്ടാം പിതാവ് ഈ കുട്ടിയെ മർദ്ദിക്കുമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും അയാളത് സമ്മതിക്കുകയും ചെയ്തു. ഇതിന് മൗനസമ്മതം, അഖിലയുടെ മൗനസമ്മതം ഉണ്ടായിരുന്നു എന്നും ഈ പ്രതി പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ നിർണായകമായൊരു ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിക്രൂരമായിട്ടാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ അതിനുള്ള അർഹിച്ച ശിക്ഷ ഇവർക്ക് കിട്ടുക തന്നെ വേണം. അന്വേഷണമൊക്കെ പുരോഗമിച്ചിട്ട് നമ്മൾ കണ്ടതുപോലെ തന്നെ തെളിവെടുപ്പിനായി പ്രതിയെ വീട്ടിലെത്തിച്ചപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം വളഞ്ഞിട്ട് പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രമാത്രം കേരളം ഒന്നടങ്കം വെറുത്ത ഒരു വ്യക്തിയായി ഈ പ്രതി മാറിയിരിക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ നമ്മളെല്ലാവരും ഇത് മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ വൈറലാകുന്ന ആ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നു. ഇത്രയും ഓമനത്വമുള്ള മുഖമുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു പിഞ്ചു കുഞ്ഞിനോട് എങ്ങനെ ഇത്രയും കൊടും ക്രൂരത ചെയ്യാൻ ആ ദുഷ്ടന് സാധിച്ചുവെന്ന് കേരളം ഒന്നടങ്കം ചോദിച്ചു പോവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.